ഒരു മനുഷ്യൻ എത്ര സമയമാണ് ഉറങ്ങേണ്ടത്? ഒരു മനുഷ്യൻ എത്ര സമയമാണ് ഉറങ്ങേണ്ടത് എന്നുള്ള ചോദ്യത്തിന് സത്യത്തിൽ നമ്മൾ അക്യുപഞ്ചറിൽ പറയുമ്പോൾ ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളാണ്. ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, ഇത്ര സമയം ഉറങ്ങണം, ഇത്ര ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഒരു നിബന്ധന അക്യുപഞ്ചറിൽ പറയാൻ കഴിയില്ല. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ആ മനുഷ്യൻ്റെ അവസ്ഥക്കനുസരിച്ചിട്ടാണ് ഉറങ്ങേണ്ടത്. ഇപ്പോൾ പ്രായമുള്ള ആളുകൾ ഉറങ്ങുന്ന പോലെയല്ല യങ്ങായിട്ടുള്ള ആളുകൾ ഉറങ്ങേണ്ടത്. കുട്ടികൾ ഉറങ്ങണ പോലെയല്ല മിഡിൽ ഏജ് ഉള്ള ആളുകൾ ഉറങ്ങേണ്ടത്. അപ്പോൾ ഉറക്കം എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞാൽ കുട്ടികളുടെ ഉറക്കമാണ് കാരണന്മാർക്ക് വേണ്ടതെന്നാണ്. അക്യുപഞ്ചറിൻ്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 9 to 11 ആണ് ഉറക്കത്തിൽ പ്രധാനപ്പെട്ട സമയം. 9 to 11, ദെൻ 11 to 3. ഇങ്ങനെ ഈ രണ്ട് ടൈം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 11 to 3 ആണ് അക്യുപഞ്ചറിൽ ഉറങ്ങാൻ പറ്റുന്ന ഏറ്റവും അത്യുത്തമമായ സമയം എന്ന് പറയുമ്പോഴും 9 to 11 ഉറങ്ങാൻ കിടന്ന് അയാൾ ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോയി ഗാഠനിദ്ര 11 to 3 കിട്ടിയാൽ അയാൾ ഓക്കെ ആയി എന്നാണ്. ഇനി നല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്, നല്ല പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്, ചിലപ്പോൾ അയാൾക്ക് 11 to 3 മാത്രം ഉറങ്ങിയാൽ മതിയാവും. എന്ന് പറഞ്ഞാൽ 11 മണിക്ക് കിടന്നു, 3 മണിക്ക് എഴുന്നേറ്റു, എന്നാലും അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾക്ക് കിടന്ന അപ്പം തന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ കഴിയും. ഈ ഡീപ്പ് സ്ലീപ്പിലേക്ക് പലർക്കും പോകാൻ കഴിയാത്തതാണ് ഉറക്കം കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ 8 മണിക്കൂർ 12 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളതിനുപരി ഡീപ്പ് സ്ലീപ്പ് കിട്ടണം. അതും നമ്മൾ അക്യുപഞ്ചറിൽ പറയുമ്പോൾ 11 to 3 ലിവറിൻ്റെ വുഡ് എലമെൻറ്റിൻ്റെ ക്ലെൻസിങ്ങിൻ്റെ വുഡ് എലമെൻറ്റ് ഫുൾ ആക്റ്റീവ് ആവുന്ന ടൈമാണെന്നാണ് പറയാം. ഫുൾ ആക്റ്റീവ് ആവുന്ന ടൈം. അപ്പോൾ അതിൽ ഒരു ലിവറിൻ്റെ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ അടിഞ്ഞുവിടുന്ന അക്യുമുലേറ്റ് ചെയ്ത മോർബിഡിനെ ശരീരം പുറന്തള്ളുന്ന ഒരു സംവിധാനം നടക്കുന്നത് ഈ ഉറക്കത്തിൻ്റെ സമയത്താണ്, റെസ്റ്റിൻ്റെ ടൈമിലാണ്. ആ റെസ്റ്റ് പക്കയാണെങ്കിൽ തന്നെ വലിയ വലിയ ക്യാൻസർ ഉൾപ്പെടെയുള്ള വലിയ വലിയ രോഗങ്ങളെ മാറ്റാൻ ഉറക്കം എന്ന സംവിധാനത്തെ ശരിയാക്കിയാൽ മതി. ഉറക്കം ഒരാളിലേക്ക് വരുമ്പോൾ അയാൾ ഉറങ്ങണം എന്നാണ്. എപ്പോൾ ഉറക്കം വരുന്നോ അയാൾ ഉറങ്ങണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിശപ്പ് കൊണ്ട് ഉറക്കം വരുന്നുണ്ട്, അയാൾ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനേലും പ്രാധാന്യം ഉറക്കത്തിനുണ്ട്. അയാൾക്ക് വിശക്കൊന്നുകൊണ്ട് ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ള സംവിധാനത്തിൽ നല്ലത് ഉറങ്ങിയിട്ട് എഴുന്നേറ്റതിന് ശേഷം ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ പറയുക, വിശന്നിട്ട് ഉറക്കം വരുമെന്ന് ചോദിക്കും. വിശന്നാൽ നന്നായിട്ട് ഉറക്കം വരും എന്നുള്ളതാണ്. ചില നോമ്പൊക്കെ പിടിക്കുന്ന ആളുകൾക്കും അറിയാൻ പറ്റും. പട്ടിണി എന്ന് പറഞ്ഞ ഒരവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണമൊന്നും ഇറക്കാതെ പച്ചവെള്ളം മാത്രം വാട്ടർ ഫാസ്റ്റിംഗ് പോലുള്ളത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ നോമ്പ് മുസ്ലിങ്ങളിലേക്ക് നോമ്പൊക്കെ പിടിക്കുമ്പോൾ പകല് പലപ്പോഴും ആളുകൾ കിടന്നുറങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പാണ്, ആ സമയത്ത് കിടന്നുറങ്ങും. അപ്പോൾ വിശന്നാലും ഉറങ്ങിക്കോളും. അപ്പോൾ ഒരാൾക്ക് വിശപ്പ് വരുന്നുണ്ട്, ഉറക്കവും വരുന്നുണ്ടെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങട്ടെ എന്ന് പറയാനുള്ള കാരണം, ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ കിടന്നുറങ്ങുന്നത് ശരിയല്ല. ഭക്ഷണം കഴിച്ച് 3 മണിക്കൂറിന് ശേഷം ഉറങ്ങാവുള്ളൂ എന്നാണ് എല്ലാ സയൻസും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഉറക്കവും വരുന്നുണ്ട്, എന്താ പറയുക, വിശപ്പും ഉണ്ടെങ്കിൽ അയാൾ ആദ്യം എന്ത് ചെയ്യട്ടെ, ആദ്യം ഉറങ്ങട്ടെ. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി. കാരണം ഉറക്കമാണ് ഒരു മനുഷ്യ ശരീരത്തിലെ ക്യാൻസറിനെ മാറ്റുന്നതും ഹാർട്ട് അറ്റാക്കിനെ മാറ്റുന്നതും മെയിൻ്റനൻസ് നടത്തുന്ന ഉറക്കമാണ്. അപ്പോൾ ഉറങ്ങുന്നവനെ ശല്യം ചെയ്യരുതെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നതും. അപ്പോൾ ഉറക്കം ഇത്ര സമയമൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ 11 to 3 ഒരു മനുഷ്യ ശരീരത്തിൽ ഉറങ്ങേണ്ടുന്ന പ്രധാനപ്പെട്ട സമയമാണ്. 9 to 11 ഉറങ്ങുന്ന എന്ന് പറഞ്ഞാൽ 9 മണി തൊട്ട് 11 മണിക്കുള്ളിൽ ഉറങ്ങി കിട്ടിയാൽ, 9 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ ഷുഗർ, പ്രഷർ, തൈറോയിഡിനെ പറ്റി പേടിക്കേണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസായ ഈ പറയപ്പെട്ട വിഷയങ്ങൾ മാറാൻ ഏറ്റവും എളുപ്പമുള്ള വിദ്യ 9 മണിക്ക് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 9 മണി തൊട്ട് 11 മണി വരെ ഉറങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനല്ല. ആ 9 മണിക്ക് കിടന്നുറങ്ങി 9 to 11 ഉറക്കം അങ്ങോട്ട് കിട്ടി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയാൽ 11 to 3 ഉറക്കം സൂപ്പറായി. പിന്നെ അയാളുടെ മെയിൻ്റനൻസ് ഉഷാറായിരിക്കും. ഏറ്റവും നല്ല ഉറക്കം 11 to 3 ഉറക്കമാണ്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോഴേക്കെ ആളുകൾക്ക് ഉറക്കം വരുന്നത്. ഗാഠനിദ്രയുടെ ടൈം ഒന്നുകൂടി സ്ട്രോങ് ആവുന്നൊരു ടൈമുണ്ട്. 11 to 3 ഉറക്കം വരും. അതിൽ തന്നെ ഒന്നുകൂടി പീക്ക് ടൈമാണ് 1 to 3. ഒരു മനുഷ്യന് അത്യാവശ്യം ഉറക്കം പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ഉറങ്ങേണ്ട ടൈം 1 to 3 എങ്കിലും അയാൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഇനി 1 to 3 ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്ക് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ, രാത്രി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളവർ പരമാവധി ആ രാത്രി 1 മണി തൊട്ട് 3 മണിയുടെ ഉള്ളിൽ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ കിട്ടിയാൽ തന്നെ അയാളുടെ ഉറക്കം കിട്ടാത്തതിൻ്റെ പല വിഷയങ്ങളും മാറാൻ, എന്നിട്ട് പകൽ ബാക്കി
10 മണി മുതൽ 1 മണി വരെയുള്ള ടൈം ഉറക്കം ഏറ്റവും നല്ല ടൈമാണ്. അത് അക്യുപഞ്ചറിൽ ഹാർട്ടിൻ്റെ ടൈമും സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉറങ്ങാൻ പറ്റുന്ന സമയം രാവിലെ 10 മണി തൊട്ട് 1 മണിയുള്ള ടൈമാണ്. എല്ലാ രോഗത്തെ എടുത്തു നോക്കിയാലും, ഏത് ക്രോണിക് ഡിസീസ് എടുത്തു നോക്കിയാലും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട വില്ലനാണ് ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും. ഭ്രാന്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഉറക്കമില്ലായ്മയും വിശപ്പ് കൂടുതലും. അങ്ങനെ ഏതൊരു രോഗം എടുത്തു നോക്കിയാലും അതിൽ വിശപ്പില്ലായ്മ ഒരു രോഗമാണെങ്കിൽ ഉറക്കമില്ലായ്മ മറ്റൊരു രോഗമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഉറങ്ങിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുന്ന അർത്ഥം. അപ്പോൾ ക്യാൻസർ രോഗി ഉറക്കം കൂടുതൽ കിട്ടിയാൽ അവൻ്റെ ക്യാൻസർ മാറാൻ സാധ്യത വരും എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കത്തെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം.